എന്നാൽ ഒരു കുതിര എന്ന മോഹം മനസ്സിലിട്ട് 65 വർഷം ജീവിച്ച ഒരാളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. കുതിരമോഹം കൂടി 65-ാം വയസ്സിൽ ഒരു കുതിര വണ്ടി തന്നെ സ്വന്തമാക്കി. പറഞ്ഞു വരുന്നത് കാസർഗോഡ് ചെറുവത്തൂർ പിലിക്കോട് സ്വദേശി വിജയനെ കുറിച്ചാണ്. വിജയൻ ചേട്ടനെയും അദ്ദേഹത്തിന്റെ കുതിരവണ്ടിയും നമുക്കൊന്ന് പരിചയപ്പെടാം. കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്നും അരുൺ പാറക്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ആദ്യം. നമ്മുടെ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ കാസർഗോഡ് ചെറുവത്തൂരിലേക്കാണ്. അവിടെ പാലക്കാട് തത്തമംഗലത്ത് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടുവരാം. കബാലിട. അപ്പോൾ അതാണ് നമ്മുടെ വിജയൻ ചേട്ടൻ തത്തമംഗലത്ത് നിന്ന് വാങ്ങിയ കബാലി ഇവിടെ റോസാപ്പൂവൊക്കെ വെച്ച് സുന്ദരനായി നിൽക്കുന്നുണ്ട്. ചേട്ടാ എപ്പോഴും വാങ്ങി? ഇതിപ്പോൾ 2 മാസം കഴിഞ്ഞു. അതിന് ശേഷം ഇപ്പാക്കിയ വണ്ടിയാണ്. അല്ലേ? എത്ര പണിയെടുത്തു ഇത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്? ഇത് ഒരാഴ്ചയിൽ മേലെ എടുത്ത് പണി. കുറേ കാലത്ത് ആഗ്രഹമാണ്. അതെ അതെ. ചെറുവത്തൂരിലൂടെ കബാലിയെയും കൊണ്ടാണ് ചീരത്തോട്ട് വിജയൻ്റെ യാത്ര. കുട്ടിക്കാലം മുതൽക്കുള്ള സ്വപ്നമാണ് ഒരു കുതിരവണ്ടി. അതിനുവേണ്ടി പണം സ്വരുക്കൂട്ടി വെച്ചു. പലരോടും വില ചോദിച്ചു. അങ്ങനെ പണം റെഡിയായപ്പോൾ വാഹനം വാങ്ങാനെന്ന് വീട്ടുകാരോട് പറഞ്ഞ് നേരെ പാലക്കാട് തത്തമംഗലത്തേക്ക്. ഇണങ്ങിയ കുതിരയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് കുതിരയാണ് വാഹനമെന്ന് വീട്ടുകാർ അറിയുന്നത്. നിങ്ങൾ ബൈക്ക് വാങ്ങാൻ പോകാൻ പാലക്കാട് പോയതാണ്? വീട്ടിൽ നിന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല, ആരോടും പറഞ്ഞില്ല, നാട്ടുകാരോടും പറഞ്ഞില്ല. അപ്പോൾ വണ്ടി ഓട്ടോക്കാരനോട് പറഞ്ഞു. ഞാൻ നീലേശ്വരത്ത് നിന്നാ പോയിനി. അപ്പോൾ അവൻ മാത്രമേ അറിയൂ. ഒരു പെട്ടിയാട്ടൊക്കെ എടുത്തിട്ടാണ് പോയതാ? അതെ. ഇവരൊക്കെ ഒന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചല്ലേ? അതെ അങ്ങനെ. എന്ത് പറയണം എന്നിട്ട് നിങ്ങളുടെ കബാലി? നല്ല സ്വഭാവക്കാരനാണ്. ആർക്കും കയറിയിട്ട് പോവാം. അലമ്പൊന്നുമില്ല? ഇല്ല, ഒരു അലമ്പുമില്ല. നല്ല സ്വഭാവമാണ്. കുതിര എത്തിയപ്പോൾ കുതിരവണ്ടി വേണമെന്ന വാശിയായി. അതിനുവേണ്ട സാമഗ്രികളൊക്കെ സ്വരൂപിച്ച് സ്വന്തമായി കുതിരവണ്ടി നിർമ്മിച്ചു. ചേട്ടാ, ഇപ്പോൾ ഈ കല്യാണ വർക്കിനൊക്കെ വിളിക്കണ്ടോ? കല്യാണ വർക്കത്തിന് വിളിക്കുന്നുണ്ട്. നമുക്ക് പോകാനുള്ള അസൗകര്യം കൃഷിയല്ലായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ് പോകാൻ കഴിയില്ല. മുൻകൂട്ടി പറഞ്ഞാൽ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചിലവ് വരുന്നുണ്ട് ഒരു ദിവസം ഈ കുതിരേനെ? ഇതിപ്പോൾ ഏകദേശം ഒരു 150 രൂപ വരും ഒരു ദിവസം ചിലവ്. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇതിന് മുതിര, തവിട്, കുറച്ച് പുല്ല് ഞാൻ ആടിൻ്റെ കൂടെ മേയ്ക്കാനും കൊണ്ടുപോകും. കുതിര വാങ്ങാനിപ്പോൾ ഈ കൂടെ എത്തുമ്പോൾ എല്ലാം അതിൻ്റെ സാധനം എല്ലാം കൂടെ ഒരു 70 രൂപ. കബാലി എന്ന കുതിരയുടെ പേര് വിജയം മാറ്റിയില്ല. കബാലിയെ കണ്ട വീട്ടുകാരുടെ പ്രതികരണം ഇങ്ങനെ. നമ്മുടെ കബാലിക്കൊപ്പം നമ്മുടെ രാധചേച്ചി, സാവിത്രി ചേച്ചി, കൃഷ്ണേട്ടനൊക്കെ ഉണ്ട്. എന്ത് പറയണേ? നല്ല സൂപ്പർ. ഇപ്പം നമ്മൾ ആദ്യമേ കുറച്ച് ഇതായിട്ട് ഇതാക്കിനി. ഇപ്പം നമുക്ക് തോന്നുന്നത് നല്ല കാര്യമാണ്. ചേച്ചി ഒന്നും പറയാതെ വണ്ടി വാങ്ങാൻ പോന്ന് പറഞ്ഞിട്ട് കുതിരനെ വാങ്ങിയിട്ട് വന്നു. കുതിര ഇറങ്ങുമ്പോൾ നല്ല വണ്ടി കാണാത്തോണ്ട് ദേഷ്യം ഉണ്ടായോ? ഇല്ല, സന്തോഷമാണ്. ഇതിനു പകരം ഒരു പശുവിനെ വാങ്ങിയാൽ പോരെ എന്ന് ചോദിച്ച കൃഷ്ണനും ഇപ്പോൾ ഹാപ്പിയാണ്. നല്ല കാര്യം തന്നെ തോന്നുന്നു. ഇപ്പോൾ ആദ്യം എനിക്ക് തോന്നി ഇതെന്തിനിപ്പോൾ വെറുതെ ഒരു കറക്കുന്ന പശുവിനെ മേടിച്ചാൽ പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ ആൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല കാര്യം തന്നെ തോന്നുന്നു. സ്കൂൾ അവധിയായതിനാൽ കബാലിയാണ് കുട്ടികളുടെയും തോഴൻ. നമ്മുടെ കബാലിക്കൊപ്പം 2-3 സുഹൃത്തുക്കളുണ്ട്. അവരോട് നമുക്ക് കബാലിയുടെ വിശേഷം ചോദിക്കാം. എങ്ങനെയുണ്ട് കബാലി? സൂപ്പറാണ്. കളിക്കാൻ വന്നാണോ? കളിക്കാൻ. കബാലിയും വണ്ടിയും നാട്ടിൽ കൗതുകമായതോടെ നിരവധി പേരാണ് പീലിക്കോട് പുത്തിലോട്ടെ വിജയന്റെ വീട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ രാധചേച്ചി, സാവിത്രി ചേച്ചിയും കൃഷ്ണേട്ടനൊക്കെ ഒരു കുതിര സവാരിയിലാണ്. ഇങ്ങനെ കുതിരയും കുതിരസവാരിയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ചെറുവത്തൂരിലെ പുത്തിലോട്ട് വരാം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.